സോഷ്യൽ മീഡിയയിലൊന്നും അധികം പ്രചാരമില്ലാത്തൊരു കാലയളവും കൂടി ആയതുകൊണ്ട് അത് ഈ പത്രങ്ങൾ കൊട്ടിഘോഷിച്ച് അവിടെ ഒരു രാഷ്ട്രീയമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയായിരുന്നു ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ. ഈ ആൾക്കാർ ഇതുമേലുള്ള എല്ലാവരും സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അന്ന് 1990. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ഒരു കാരണവും കൂടാതെ, കാരണം ഞാനതുമേൽ ഒന്നര ദിവസം താമസിച്ചു എന്നുള്ളതാണ് ഏക ഒരു കുറ്റം. ഓരോ പൂരപ്പറമ്പുകളിൽ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ചെല്ലുന്ന സ്ഥലത്ത് ഉള്ള നാട്ടുകാർ മുഴുവൻ അവർ നല്ലവണ്ണം മദ്യപിച്ചിട്ടു അവരുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആനയെടുക്കലൊന്ന് പോയി ആനയുടെ കൊമ്പയിലൊന്ന് പിടിക്കാം, അല്ലെങ്കിൽ കൊമ്പയിലൊന്ന് തൊടാം, അല്ലെങ്കിൽ ആനയൊന്ന് തൊട്ടിട്ട് പോകാം. പക്ഷെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ ആ ഒരൊറ്റ കാരണം മതി. അങ്ങനെ ഇത് 3-4 ആൾക്കാരെ അങ്ങനെ കൊന്നിട്ടുണ്ട് ഈ രാധാകൃഷ്ണനെ. ഈ UP പങ്ക് എന്ന് പറയുന്ന ആൾ രാധാകൃഷ്ണനയുടെ ഒന്നാനക്കാരൻ ഈ പട്ടം മാറ്റി വെച്ച് കൊടുക്കുകയും പട്ടം മാറ്റി വെച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇത് ആന അകലെ നിൽക്കുമായിരുന്നു. ഓടിച്ചെന്ന് ഈ UP പങ്കുവിനെ കുത്തുകയും അന്ന് തന്നെ അയാൾ മരണപ്പെടാനൊരു സാഹചര്യം ഉണ്ടായി. എനിക്ക് ഗുരുവായൂർ ദേവസ്വം ജോലി കിട്ടുകയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ കൂടെ പലരും അന്ന് ആ പാനലിസ്റ്റിലുണ്ടായിരുന്നു. ഉള്ള കൂട്ടത്തിൽ V. വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരു ആനക്കാരനും, അദ്ദേഹത്തിൻ്റെ വീട് പാഞ്ഞാളാണ്. അദ്ദേഹവും ഞാനും കൂടാണ് ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. കുട്ടിശങ്കരൻ എന്ന് പറയുന്ന ഒരു ആന. അത് വളരെ ഒരു നല്ല ഒരു ആനയും അതേപോലെ തന്നെ കുറച്ച് ഗാംഭീര്യമുള്ളതും അതേപോലെ തന്നെ അതിനെ കുറച്ച് ഈ ശൗര്യങ്ങളുള്ളതും, മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപായപ്പെടുത്തുന്ന ഒരു മനസ്സുള്ള ഒരു ആനയായിരുന്നു ആ കുട്ടിശങ്കരൻ എന്ന് പറയുന്ന ആന. അങ്ങനെ ആ ആനയുടെ കൂടെ ഞങ്ങളൊരു വർഷക്കാലം പ്രവൃത്തിയെടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ആനയെ അഴിച്ചു കെട്ടി കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുമ്പോഴാണ് എനിക്ക് അവിടെ ഒരു വേണുഗോപാലൻ എന്നും പറഞ്ഞൊരു ആനയിൽ എന്നെ 1.5 ദിവസം അതെന്നെ ഇന്നും അന്നും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അന്ന് നടരാജൻ എന്നും പറഞ്ഞ് മൂവാറ്റുപുഴക്കാരനൊരു ആനക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഞാൻ ചെല്ലുന്നതിന് ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തിന് മുമ്പേ അദ്ദേഹം അവിടെ ജോലിയിൽ പ്രവേശിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെയേറെ അടുപ്പമുള്ള ഒരാളും, അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മാനേജർ അല്ലെ സൂപ്രണ്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അങ്ങനെ എന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് എന്നെ ഈ വേണുഗോപാലൻ എന്ന് പറഞ്ഞ ആനയിൽ 2ാം ആനക്കാരനായിട്ട് വെച്ചു കഴിഞ്ഞ് എന്നെ 1.5 ദിവസക്കാലം മാത്രമേ ഞാനതിന്മേലെ ജോലി എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആനയെ തറി മാറ്റി കെട്ടിയപ്പം എനിക്ക് ആന കൂടുതൽ വഴിപ്പെട്ടു, എനിക്കാണ് ചട്ടമായത് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നിയുകൊണ്ട് അദ്ദേഹം അത് മാനേജരോട് ചെന്ന് പറഞ്ഞ് എന്നെ പിറ്റേ ദിവസം, അതായത് 2ാമത്തെ ദിവസം എന്നെ അതിൽ നിന്ന് മാറ്റാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ഈ നടരാജൻ എന്ന് പറഞ്ഞ ആൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല, അത് എനിക്കൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല അദ്ദേഹത്തിന് പിന്നെ തേജോവധം ചെയ്യാനോ അദ്ദേഹം ചെയ്ത പ്രവൃത്തി നല്ലതാണെന്നോ ചീത്തയാണെന്നോ മോശമാണെന്നോ പറയാനുള്ളൊരു അവസരമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇത് ചെന്ന് പറഞ്ഞു. ഉടനെ മാനേജർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. സാറേ പുത്തരി കല്ല് കടിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ അതങ്ങ് തുപ്പിക്കളഞ്ഞേരെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ പിറ്റേ ദിവസം ആനയിൽ നിന്ന് മാറ്റി ജൂനിയർ ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു മോഴ ആനയുണ്ട്. ആ ആനയിൽ എന്നെ അതുമേലേക്ക് 1ാം ആനക്കാരനായിട്ട് വെക്കുകയും അതുമേലുള്ള 1ാം ആനക്കാരനെ വേണുഗോപാലൻ എന്ന് പറഞ്ഞ് 2ാം ആനക്കാരനായിട്ട് V. പ്രഭാകരൻ എന്ന് പറഞ്ഞ് ഒരാളെ ആ ആനയിലേക്ക് വെക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആനയെ അഴിച്ചു കൊണ്ടു നടന്നു, പലയിടത്ത് എഴുന്നേൽപ്പിന് പോയി.
പല കാര്യങ്ങളുമൊക്കെ നടത്തി. അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ടൊരു 4 മാസമായപ്പോഴത്തേക്ക് ആന മരണപ്പെട്ടു. മരണപ്പെട്ടു പോയതിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായി ഈ 90 കാലഘട്ടത്തിൽ. കാരണം ഒരുപാട് ഇന്നത്തെ പോലെ ഒരുപാട് ദൃശ്യമാധ്യമങ്ങളെന്ന് പറയുന്ന പത്രങ്ങളോ അല്ലെങ്കിൽ ടി വി ചാനലൊക്കെ അപൂർവമായിട്ട് വരുന്നുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൊന്നും അധികം പ്രചാരമില്ലാത്തൊരു കാലയളവും കൂടി ആയതുകൊണ്ട് അത് ഈ പത്രങ്ങൾ കൊട്ടിഘോഷിച്ച് അവിടെ ഒരു രാഷ്ട്രീയമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയായിരുന്നു ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ. അപ്പോൾ അങ്ങനെയൊക്കെ രാഷ്ട്രീയമായിട്ടും ചിലരൊക്കെ അതിനെ വ്യക്തിപരമായിട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ നടത്തി അതൊരു വലിയ ഇഷ്യൂസാക്കിയെടുത്ത് ഈ ആൾക്കാർ ഇതുമേലുള്ള എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അന്ന് 1990. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ഒരു കാരണവും കൂടാതെ, കാരണം ഞാനതുമേൽ 1.5 ദിവസം താമസിച്ചു എന്നുള്ളതാണ് ഏക ഒരു കുറ്റം. വേറെ ഒരു കുറ്റവും എന്നിൽ ആരോപിക്കപ്പെടാനോ ഒന്നും ഉണ്ടായ ഒരു സാഹചര്യമല്ല. പക്ഷെ അതെല്ലാം അങ്ങനെ പിന്നെ കോടതിയിൽ പോയി, കോടതിയിലെ കേസുകളൊക്കെ ഞാനിത് വ്യക്തമായിട്ട് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇനിയുള്ള ആനക്കാരെങ്കിലും അതേ തരത്തിൽ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കേസും കൂട്ടുമായിട്ട് നടന്നാൽ, കേസാണിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഇപ്പോൾ അന്നത്തെക്കാലൊക്കെ വളരെ നല്ല രീതിയിൽ കേസും കാര്യങ്ങളുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിനെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ അവരതിനെ എല്ലാ തരത്തിലും അതിൻ്റെ എല്ലാ മൂവ്മെൻറ്റും എന്നും വിശകലനം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ ഈ കേരളത്തിലെ ആനകളെ സംബന്ധിച്ച് എന്നും വിശകലനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും അതിൽ ഏതെങ്കിലും തരത്തിൽ ഇനി ചുരുക്കം പറഞ്ഞാൽ മദ്യപിച്ചിട്ട് പോലും ഒരു ചെറിയ രീതിയിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ അത് വലിയൊരു കേസായി മാറുന്ന ഒരു സ്വഭാവ രീതിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വളരെ വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ആ കഥകളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ജൂനിയർ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആന കൊണ്ട് നടന്നു. അതിനെ ഈ ഗുരുവായൂർ അമ്പലത്തിലെ എഴുന്നള്ളിപ്പിനുമൊക്കെ കൊണ്ടുപോയി അതിനെ ഒരു മാസത്തിൽ 10, 13, 11 വിളക്ക് വരെ ഞാൻ കഴിച്ചിട്ടുണ്ട് ജൂനിയർ ലക്ഷ്മൺ ആനയെ കൊണ്ട്. അതൊരു കെട്ടുന്തറിയെന്ന് അഴിച്ചു കൊണ്ട് കെട്ടുന്നതിനകം അത് എന്തെങ്കിലും ഒരു പിത്തനെ ഉണ്ടാക്കാതെ അത് തറി കയറുന്ന ഒരു പ്രശ്നമില്ലാത്ത ഒരു ആനയാണ്. അത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയിരിക്കും, ആനക്കാരനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത് തറി കയറി നിൽക്കുന്ന ഒരു ആനയല്ല. എന്നാൽ മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളോ എഴുന്നേൽപ്പ് സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആനയാണ്. പക്ഷേ ഭഗവാന്റെ കൃപ കൊണ്ട് എൻ്റെയിൽ വെച്ച് അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയ ഒരു ആന തന്നെ. അതിനുശേഷം ഞാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആനയിൽ, അതായത് 92 മുതൽ 98 ആ കാലഘട്ടം വരെ അതിനെ ഒരു 6 വർഷക്കാലം കൊണ്ടു നടക്കാൻ കഴിഞ്ഞു. അന്ന് അത് ഒരു 4-5 ആനക്കാരെ ഉൾപ്പെടെ കൊന്നിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന. വളരെ ഒരു ചട്ടമ്പി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. അത്രയും ഒരു ആനയാണ്. അതിനെ നമ്മൾ കെട്ടുന്നറിയെന്ന് അഴിച്ചാൽ കെട്ടുന്നിടം വരെ അതിൻ്റെ അടുക്കൽ നിന്ന് ഒരിടത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മാറി നിൽക്കാനോ ഒന്നും കഴിയാത്ത ഒരു ആനയാണ്. അതേപോലെ തന്നെ എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിൽ അതിനെ വളരെയേറെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വരുന്ന ആൾക്കാരെ അതിൻ്റെ അടുത്തേക്ക് ഇപ്പം ഓരോ പൂരപ്പറമ്പുകളിൽ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ചെല്ലുന്ന സ്ഥലത്ത് ഉള്ള നാട്ടുകാർ മുഴുവൻ അവരുടെ ഉത്സവം അവർ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാലയളവായതുകൊണ്ട് അവർ നല്ലവണ്ണം മദ്യപിച്ചിട്ടും അവരുടെ ഒരു ഉത്സവമാണ്. അപ്പോൾ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വരുന്നത് ചിലപ്പം ഒരാനക്കാരനല്ലേ, ആനയും കൊണ്ട് ഇതൊരു മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചു ആനയുടെ അടുക്കിലേക്ക് വരുന്ന ചില കാണികളുണ്ട്. ചിലപ്പോൾ അവർ ഇച്ചിരി മദ്യപിച്ചിട്ടായിരിക്കാം, അപ്പോഴായിരിക്കും അവർക്ക് ഇത് തോന്നുക.
ഈ ആനയെടുക്കലൊന്ന് പോയി ആനയുടെ കൊമ്പയിലൊന്ന് പിടിക്കാം, അല്ലെങ്കിൽ കൊമ്പയിലൊന്ന് തൊടാം, അല്ലെ ആനയൊന്ന് തൊട്ടിട്ട് പോകാം. ഇത്രയധികം ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അയാളുടെ ചിന്ത വേറൊന്നും ആയിരിക്കത്തില്ല ചിലപ്പം. അത്രയും ധൈര്യശാലിയാണല്ലോ, അയാൾ തന്നെ സ്വയം ചിന്തിച്ചിട്ടായിരിക്കും ഇത് വന്ന് ചെയ്യുന്നത്. പക്ഷേ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ ആ ഒരൊറ്റ കാരണം മതി. അങ്ങനെ ഇത് 3-4 ആൾക്കാരെ അങ്ങനെ കൊന്നിട്ടുണ്ട് ഈ രാധാകൃഷ്ണനെ. വന്ന് തൊട്ടതാണ്. ഒരു ദിവസം 2 പേരെ കൊന്നുവാന പവർ ടിപ്പ് വാങ്ങി വെച്ച്. അപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ വന്ന് തൊടും. അവർ അത് തട്ടിയിട്ടു ആന കൊല്ലുകയും ചെയ്തു. പിന്നെ ഒരു ആനക്കാരനെ കൊന്നു, പിന്നെ ഒരു പുറമേയുള്ള വേറെ ഒരാളെയും കൂടെ കൊന്നു. അങ്ങനെ 4 പേരെ കൊന്നിട്ട് നിൽക്കുന്ന സമയത്താണ്, ആ സമയത്ത് അതിൻ്റെ ഒന്നാം ആനക്കാരനെന്ന് പറഞ്ഞാൽ UP പങ്ങ് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ കുമ്പിടിയിലായിരുന്നു, അയാളുടെ സ്ഥലം കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹം ഈ ആന നീരി കെട്ടിയിട്ട് ഈ ആനകൾക്ക് അന്ന് 64 ആനയുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ആനകൾക്ക് നീര് കെട്ടുന്ന ആനകൾക്ക് പനമ്പട്ട താങ്ങിക്കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് അവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരാന താങ്ങിക്കൊണ്ടിട്ട് കൊടുക്കും. അങ്ങനെ എടുത്തു കൊടുക്കാനായിട്ട് മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാനെ, അച്യുതൻ നായർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ഒന്നാനക്കാരൻ. അദ്ദേഹം അതിൻ്റെ മുകളിലിരിക്കുകയായിരുന്നു. അദ്ദേഹം മുകളിലിരുന്ന് കാലനക്കിയാലേ ആനയെ കൊണ്ട് എന്ത് ജോലികൾ വേണേലും ചെയ്യിപ്പിക്കാം. അങ്ങനെ അദ്ദേഹം ആ പനമ്പട്ട എടുത്ത് ഈ ആനയ്ക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് ഈ UP പങ്ങ് എന്ന് പറയുന്ന ആൾ രാധാകൃഷ്ണനായുടെ ഒന്നാം ആനക്കാരൻ ഈ പട്ടം മാറ്റി വെച്ച് കൊടുക്കുകയും, പട്ടം മാറ്റി വെച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇത് ആന അകലെ നിൽക്കുകയായിരുന്നു. ഇത് ഓടിച്ചെന്ന് ഈ UP പങ്ങിനെ കുത്തുകയും അന്ന് തന്നെ അയാൾ മരണപ്പെടാനൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് 92 എൻ്റെ കയ്യിൽ ഈ രാധാകൃഷ്ണനെ കിട്ടുന്നതും. ദേവസ്വം ഡോക്ടർമാരും അതുപോലെ തന്നെ മാനേജർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഒരാനക്കാരൻ അവിടെ ഒന്നാം ആനക്കാരനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം മാനേജിങ് കമ്മിറ്റി തീരുമാനിച്ചാണ് ആനകളുടെ ഒന്നാം ആനക്കാരനെ അവിടെ നിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരവസരം ഉണ്ടായി. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ ആന അഴിക്കാൻ എന്നെയാണ് നിയോഗിച്ചത്. അങ്ങനെ 92 മുതൽ 98 വരെ 6 വർഷക്കാലം എനിക്കതിനെ കൊണ്ട് നടന്ന് എഴുന്നള്ളിപ്പ് നടത്താനും ഗുരുവായൂരമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുവാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അതിനോടകം ആന നിലമ്പൂർ കരിക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഒരു നമ്പൂരിയെ തട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനുള്ളപ്പോഴാണ് അത്. കൃഷ്ണനാനയെന്നും പറഞ്ഞും രാമു ആനയും രാധാകൃഷ്ണാനയും കൂടിയായിരുന്നു അവിടെ. 3 ആനകളാണ് ഗുരുവായൂർ ദേവസ്ഥത്തിലെ ആനകൾ പോയത്. കരിക്കാട് ക്ഷേത്രത്തിൽ 3 ആന വേണം എഴുന്നള്ളിക്കാൻ. ഒരേ സമയം എഴുന്നള്ളിക്കണമെങ്കിൽ അവിടെ 3 പ്രതിഷ്ഠകളുണ്ട്. ആ 3 പ്രതിഷ്ഠയ്ക്കും ഓരോ എഴുന്നള്ളിപ്പുണ്ട്. അതിന് 3 ആന വേണം. അങ്ങനെ ഈ ഇടത്തെ കൂട്ട് നിന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയായിരുന്നു. അന്ന് രവീന്ദ്രൻ എന്നും പറഞ്ഞ ഒരു ആനക്കാരനായിരുന്നു അതിൻ്റെ ആനക്കാരൻ. അദ്ദേഹം ഈ നമ്പൂതിരിയെ വിളിച്ചതാണ് ഈ കോലം മേടിക്കാൻ. അപ്പം നമ്മുടെ ഈ രാധാകൃഷ്ണനെ മടക്കി കോലം തറയിലോട്ട് കൊടുത്തു. നമ്പൂരി ഇറങ്ങാതിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇതിൻ്റെ മുന്നേ കൂടെ പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ തൊട്ടില്ല എന്നും പറഞ്ഞാൽ ഇടത്തുവശത്തൂടെ പോകുന്നത്. അങ്ങനെ ആന ചാടി നീക്കി. അയാൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, വലിയ അപകടമൊന്നും പറ്റിയില്ല, പരിക്കുകളൊന്നും ഇല്ലാതെ അയാൾ രക്ഷപ്പെട്ടു. അങ്ങനൊരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. അത് പരിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വലിയ ഒരു കാര്യമായിട്ട് ആരും തന്നെ അവിടെ ചിത്രീകരിച്ചുമില്ല, റിപ്പോർട്ടുകളൊന്നും വന്നുമില്ല. അങ്ങനെ ആ ആനയെ കൊണ്ട് നടന്ന് ഒരുപാട് പരിപാടികൾ നടത്താൻ സാധിച്ചു. അതിന് ശേഷം എന്നെ ആനയിൽ നിന്ന് 98 മാറിക്കഴിഞ്ഞ് ഞാൻ പിന്നെ കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആനയിലാണ് പിന്നീടത്തെ എൻ്റെ ലാവണം. അതുമേലെ ഏതാണ്ട് ഒരു 6 മാസക്കാലം എനിക്കതിൽ പ്രവൃത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് വളരെ ശാന്തനായ ഒരു ആനയായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത ഒരു ആനയായിരുന്നു. ഇപ്പം അത് ജീവിച്ചിരിപ്പില്ല, അത് മരിച്ചുപോയി. അതിൻ്റെ അടുക്കൽ ഒരു 6 മാസക്കാലം പ്രവൃത്തിയെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഗുരുവായൂർ ദേവസ്ഥത്തിലെ ദാമോദരദാസ് എന്നും പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു. ആ ആനയിലെ വളരെ കുട്ടിക്കാലം, അതായത് അതിന് നിന്നുകൊണ്ട് തലക്കെട്ട് കെട്ടാൻ പറ്റുന്ന ഒരു കാലയളവിൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത്, അതിനെ എഴുന്നള്ളിപ്പ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ എനിക്കതിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേതാണ്ട് ഒരു 5 വർഷക്കാലം എൻ്റെ കയ്യിൽ നിന്നു. അതിനെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി എഴുന്നള്ളിക്കാൻ കഴിഞ്ഞു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യൻ ക്ഷേത്രം, അതേപോലെ തന്നെ നിലമ്പൂർ ക്ഷേത്രം,
അതേപോലെ തന്നെ കൊയിലാണ്ടി, കോഴിക്കോട് കൊയിലാണ്ടി, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എഴുന്നള്ളിക്കാനും ഈ നമ്മുടെ എറണാകുളം സൈഡിലൊക്കെ ഈ പിന്നെ കുണ്ടന്നൂർ, മരട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് അതിനെയും കൊണ്ടുവന്ന് എഴുന്നള്ളിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ആന ആയതുകൊണ്ട് എല്ലാവരും അതിനെ വളരെ ഭംഗിയായിട്ട് ആകർഷിക്കുന്ന ഒരു ആനയായിരുന്നു. നല്ല നല്ല ഗംഭീരമാണ് അതിനെ കാണാൻ. വളരെ കുട്ടിക്കാലത്ത് തന്നെ അതിന് നല്ല സാമർഥ്യവും മിടുക്കുമൊക്കെ ഉള്ളൊരു നല്ലൊരു ആന എന്നുള്ളൊരു, അത് അരുണാചലിലെ ആനയായിരുന്നെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ ആനകളെക്കാൾ ഭംഗിയേറിയ ആനയാണ് അതിന് ശാരീരികമായിട്ട് അതിന് എല്ലാ അവയവങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ അതിൻ്റെ ചെവി, വാല്, ആ നട, അമരം, അതേപോലെ തന്നെ തുമ്പിക്കൈ, അതേപോലെ തന്നെ വയൂമ്പം, അതേപോലെ തണ്ടല്, അതിൻ്റെ ശാരീരികമായിട്ട് വളരെ നല്ല യോഗ്യനായ ഒരു ആനയാണ്. ഇപ്പോഴത് വളരെ ഭംഗിയായ രീതിയിൽ നല്ല രീതിയിൽ വളർന്ന് വലുതായി നിൽക്കുന്ന ഒരു ആനയാണ്. അതിനെ ഒരു 5 കൊല്ലക്കാലം എനിക്ക് കൊണ്ടു നടക്കാൻ കഴിഞ്ഞു. അതിനുശേഷം മോഴ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആനയിൽ എനിക്ക് കുറച്ച് കാലം ബാലകൃഷ്ണാനി പോകുന്നതിന് മുമ്പ് കൃഷ്ണനാരായണൻ എന്ന് പറഞ്ഞൊരു ആനയിൽ 4-5 വർഷക്കാലം എനിക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടി. അതൊരു സാധു ആനയാണ്. അതിനെക്കൊണ്ട് യാതൊരുവിധ ശല്യമുള്ള ഞാനിപ്പം മറ്റ് പുറമേ ഉള്ള ഒരാൾ വേണമെങ്കിലും അതിനെ കൊണ്ടുപോയി ഒരു നേരത്തെ കാര്യം നമ്മൾ നിൽക്കൽ വേണമെങ്കിൽ നടത്താം. അങ്ങനത്തെ ഒരു ആനയാണ്. ആരോടും ഒരു ശല്യമോ ആരോടും ഒരു ശുണ്ഠി കാണിക്കുകയോ അങ്ങനെയൊന്നുമുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത വളരെ സമർത്ഥനും വളരെ മിടുക്കനുമായ ആൻഡമാൻ ആനയാണത്. നല്ല ഒരു ആന. ഇപ്പോഴും അത് ഗുരുവായൂർ ദേവസ്ഥത്തിൽ വളരെ നല്ല രീതിയിൽ, നല്ല ഭംഗിയായ രീതിയിൽ അത് നിൽക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. അത് ഏതൊരു ആനക്കാരന് വേണേലും അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ആനയാണ് ഈ കൃഷ്ണനാരായണൻ എന്ന് പറഞ്ഞ ആന. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുരേഷ് ഗോപി ഇരുത്തിയ ആനയിലെ കുറച്ച് കാലം താമസിക്കേണ്ടി വന്നു. അതിനെ കൊണ്ട് നടക്കാനും ഉള്ളൊരു ഭാഗ്യം കിട്ടി. അത് നല്ലൊരു ആനയാണ്. നല്ലൊരു ആനയെന്ന് പറഞ്ഞാൽ കുറച്ച് ശുണ്ഠി കൂടുതലാണെന്ന് വെച്ചേക്കുള്ളൂ. അതിനെ പെട്ടെന്നൊരാൾ അഴിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കിയാൽ അത് തിരിച്ച് ഉപദ്രവിക്കുന്ന ഒരു ആനയാണ്. അങ്ങനത്തെ ഒരു ശൗര്യമുള്ള ഒരു ആനയാണ് ആ ആന. അത് നല്ല മിടുക്കനായ ഒരു ആനയാണ്. മിടുക്കൻ. ഞാൻ അതിനെ ഏതാണ്ടൊരു 2 വർഷക്കാലം എൻ്റെ കൈവശം, 2 വർഷക്കാലമില്ല, 1 വർഷക്കാലം എൻ്റെ കയ്യിൽ അത് നിന്നു. അത് കഴിഞ്ഞാൽ തന്നെ എന്നെ അതിന്മേന്ന് മാറ്റി വേറെ അതിനെ കൊണ്ടുവന്ന ഒരു ആനക്കാരൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിനെ കൊണ്ടു നടന്നു. ഇപ്പോഴത് പുന്നത്തൂർ കോട്ടയുടെ പുറത്തൊന്നിനും ഒരു പരിപാടിക്കൊന്നും പോകാതെ പുന്നത്തൂർ കോട്ടയ്ക്കകത്തെ വാസം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ആനയായിട്ട് ലക്ഷ്മി നാരായണൻ എന്നാണ് അതിൻ്റെ പേര്. അത് അവിടെ അങ്ങനെ പുന്നത്തൂർ കോട്ടയിൽ നിൽക്കുന്നുണ്ട്. നല്ലൊരാന. സുരേഷ് ഗോപി ഇരുത്തിയ ആനയാണ്. അതുമേലും എനിക്ക് കുറച്ച് കാലം പണിയെടുക്കാൻ അവസരം കിട്ടി. അതിന് ശേഷമാണ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്, മോഴ ബാലകൃഷ്ണൻ. അതിനെ നമ്മുടെ MP രഘുനാഥൻ നായരെന്നും പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, ഒരു ആനക്കാരൻ. അയാൾ ആനയെ നീരിയിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞപ്പം അയാളെ തട്ടിയിട്ട് കുത്തെന്ന് പറഞ്ഞാൽ അതിന് മോഴയെന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ഒരു ആനയാണ്. പക്ഷേ കൊമ്പില്ല എങ്കിലും അത് കൊമ്പനാന ചെയ്യുന്നതിനൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ഉപദ്രവിക്കാൻ കഴിയുന്ന ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊമ്പുള്ള ആനയ്ക്ക് കൊമ്പുകൊണ്ട് കുത്താം. അല്ലാത്ത ആനകളെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിച്ചു വെച്ചിട്ട് കടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വായുടെ അവിടുത്തെ ചൊടി വെച്ച് അമക്കിയാൽ മതി. നമ്മുടെ അസ്ഥിയൊക്കെ പൊടിഞ്ഞു പോകും. അതിനവിടെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിടിച്ചു വെച്ച് കടിച്ചാൽ അസ്ഥി പൊട്ടിപ്പോവും. അതിന് അത്രയും കട്ടിയാണ് അതിൻ്റെ താടി എല്ലിന്. അത് വെച്ച് അമക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അങ്ങനെ അയാൾക്ക് കുറച്ച് അയാളെ തട്ടിയിട്ട് പരിക്കൊക്കെ ഏൽപ്പിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ ചികിത്സയിലിരിക്കുന്ന സമയത്ത് ഇതിനെ വെയിലത്തായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഡോക്ടർമാരും നമ്മുടെ പുന്നത്തൂർ കോട്ടയിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി പറഞ്ഞു, ഈ ആനയെ അഴിച്ച് തറി മാറ്റി കെട്ടണം വിജയ. ഞാൻ പറഞ്ഞു, ഇതൊരാളെ തട്ടിയിട്ട് കുത്തി പരിക്കേൽപ്പിച്ച് അയാൾ ആശുപത്രി കിടക്കുന്നു, ഇന്ന് ഞാൻ അഴിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്നൊക്കെ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു, പറ്റില്ല, ആനയെ വിജയനെ ഏത് തരത്തിലും ഇതിനെ അഴിച്ച് വെയിലത്ത് വന്ന് മാറ്റി നാളെ കെട്ടണം. വിജയം വിചാരിച്ചാൽ അത് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ ഗുരുവായൂർ ദിവസത്തിൽ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചു. ഞാൻ പിറ്റേ ദിവസം ഈ ആനയെ അഴിച്ച്
തറി മാറ്റി കെട്ടി. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മുമ്പ് അതിനെ തറിയെ മാറ്റി കെട്ടി. അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അതിന് ഏതാണ്ടൊരു 6 മാസക്കാലത്തോളം ഞാൻ നിന്നതിന് ശേഷം 2013 ഗുരുവായൂർ ദേവസ്ഥത്തിലെ വലിയ കശം എന്ന് പറഞ്ഞൊരു ആനയിൽ എനിക്ക് നിയോഗിക്കപ്പെട്ടു. അവിടുത്തെ ഗുരുവായൂർ ദേവസ്ഥത്തിലെ ഏറ്റവും വലിയ പൊക്കമുള്ള ആന, ഏറ്റവും ഒന്നാമനായിട്ടുള്ള ആന ഗുരുവായൂർ പത്മനാഭനായിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ ഉയരത്തിൽ കേമനായ ആനയായിരുന്നു ഗുരുവായൂർ വലിയ കേശവൻ. ആ ആനയുടെ ലാവണത്തിലേക്ക് എന്നെ ദേവസ്വം നിയോഗിക്കുകയും ഞാൻ അങ്ങനെ അതിനെ 2013 മുതൽ 2018 വരെ അതിനെ കൊണ്ട് നടക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഒരുപാട് മഹാക്ഷേത്രങ്ങളിൽ പോയി അതിനെയും കൊണ്ട് എഴുന്നള്ളിക്കാൻ പറ്റി. അതേപോലെ തന്നെ അതിലുപരി ഗുരുവായൂർ ദേവസ്വത്തിൽ ഉത്രാടത്തിൻ്റെ എഴുന്നള്ളിപ്പ്, തിരുവോണത്തിൻ്റെ എഴുന്നള്ളിപ്പ്, ഏകാദശി വിളക്ക്, ഉത്സവകാലം, ഇതൊക്കെ എല്ലാം വളരെ പരമപ്രധാനമായ ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ പരമപ്രധാനമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികളിലും, എഴുന്നള്ളിപ്പ് പരിപാടികളിലും അതിനെ പങ്കെടുപ്പിക്കാൻ എനിക്ക് ഭംഗിയായിട്ട് സാധിച്ചിട്ടുണ്ട്.